ഹായ്, ഇറ്റ്സ് മീ മോംസി. വെൽക്കം ടു സ്റ്റഡി വിത്ത് മോംസി. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നോടിയായിട്ട് നമുക്കൊരു 7 days സ്പെഷ്യൽ പ്രിപ്പറേഷൻ സെഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓൾറെഡി നമ്മളുടെ മെയ് മാസം തീരാറായിട്ടുണ്ട്. ജൂൺ 1 സ്കൂൾ റീഓപ്പൺ ചെയ്യുകയാണ്. പുതിയ ക്ലാസ്സിലോട്ട് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അതേസമയം തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ പാടായിരിക്കുമോ, നന്നായി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചെറിയൊരു പേടിയും ചിലരുടെയെങ്കിലും ഉള്ളിലുണ്ടാകും. എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ആ പേടിയും ആശങ്കയും ആദ്യം നിങ്ങൾ മാറ്റിവെക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് മാർക്ക് മേ ബി കുറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾക്ക് വിചാരിച്ച പോലെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ കുറച്ച് മടി കളി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാകാം. പക്ഷേ അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടാനോ ടെൻഷൻ അടിക്കാനോ നിൽക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. അതൊരു പാഠമായി കണ്ട് വരാൻ പോകുന്ന പുതിയ അക്കാദമിക് ഇയറിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. സോ ആ ഒരു തുടക്കത്തിന് എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെ പഠിക്കുന്നത് നമ്മളെ എങ്ങോട്ടെന്നറിയാതെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ എവിടെ എത്തണം എന്ന് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടായിരിക്കണം. അതിനാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ പ്രിപ്പറേഷൻ സെഷൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുക്കുക. നോട്ട്ബുക്ക് എടുക്കുന്നതാവും ബെറ്റർ. ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ അതിൽ നിങ്ങൾ എഴുതി വെക്കുക. അത് മേ ബി എല്ലാ വിഷയങ്ങൾക്കും മികച്ച ഗ്രേഡ് വാങ്ങിക്കുന്നതാകാം, അതല്ലെങ്കിൽ അന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അന്ന് തന്നെ പഠിച്ചു തീർക്കുന്നതാവാൻ, അതായത് പരീക്ഷ എക്സാം വരാൻ സമയം എടുക്കാതെ തന്നെ, എക്സാമിനെ കാത്തിരിക്കാതെ തന്നെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഠനത്തോടൊപ്പം വേറെ എന്തെങ്കിലും സ്കിൽസ് കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതാവാം. ഇതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള 3 പ്രധാന ലക്ഷ്യങ്ങൾ കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുക. വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, അത് നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം. എന്നിട്ട് ആ ഒരു എഴുതിയിട്ടുള്ള ഒരു പേപ്പർ നിങ്ങളുടെ പഠനമുറിയിലോ സ്റ്റഡി ടേബിളിന് മുന്നിലോ എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. ദിവസവും രാവിലെ അത് കാണുന്ന സമയത്ത് എനിക്കിതിന് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തനിയെ വരും. ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്യും, ഈ വർഷം ഞാൻ വിജയിക്കുമെന്ന് ഉറച്ച മൈൻഡ് സെറ്റോടെ വേണം നമ്മൾ ജൂൺ 1 ക്ലാസ്സിലോട്ട് പ്രവേശിക്കാൻ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.